അങ്ങനെ മഹാഭാരതത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ്, അതായത് പഞ്ചപാണ്ഡവരുടെ മാതാവായിട്ടുള്ള കുന്തി ദേവി എന്ന കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹണി റോസിനെ സ്വന്തം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് ആ പേര് പറഞ്ഞുകൊണ്ട് അപമാനിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് 4 മാസങ്ങൾക്ക് മുന്നാണ്. ഇപ്പോഴാണ് ഹണി റോസ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പോലീസ് കേസ് കൊടുത്തിരിക്കുന്നത്. തന്നെ ഒരു പൊതുപരിപാടിയിൽ അതിഥിയായിട്ട് ക്ഷണിച്ചുകൊണ്ട് ആ ഒരു വേദിയിൽ വെച്ച് തന്നെ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ബോച്ചെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ ഈ ഒരു ബോച്ചയ്ക്കെതിരെ ഇപ്പൊ ഹണി റോസ് പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ബോച്ചയെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ബോച്ചയുടെ റിസോർട്ടിൽ നിന്ന് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ബോച്ചെ പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പൊ ബോച്ചയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് 4 മാസങ്ങൾക്ക് മുന്നാണ് ഈ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കാര്യത്തോടനുബന്ധിച്ചുകൊണ്ട് ഇപ്പൊ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് വരുന്നതിൽ ചില കാര്യങ്ങളും അല്ലെങ്കിൽ ചില ദുരൂഹതകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കേസ് മുഖവിലയ്ക്ക് എടുക്കരുതെന്നൊക്കെ പോലീസിനോട് ബോച്ച പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ബോച്ചയെ പറ്റി നല്ല രീതിയിൽ തന്നെ അന്വേഷണങ്ങളും അതുപോലെ തന്നെ ഇതിനു മുന്നും ബോച്ചെ പല പൊതുപരിപാടികളിൽ വെച്ചുകൊണ്ട് സ്ത്രീകളെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഇതുപോലുള്ള ഡബിൾ മീനിങ് വെച്ചുള്ള വാക്കുകൾ ഈ ബോച്ചെ ഉപയോഗിച്ചിട്ടുണ്ട്, അതും സ്ത്രീകൾക്കെതിരെ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാനും ഇപ്പോൾ പോലീസ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേസും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ എറണാകുളം സിറ്റി പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബോച്ചെ ഈ ഒരു സമയത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു കുറ്റബോധവുമില്ല, ഹണി റോസിനോട് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം. ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതിൽ ഹണി റോസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് പറയാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷെ കുന്തി ദേവിയുടെ പേര് വെച്ചുകൊണ്ട് ഒരിക്കലും അപമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തോടനുബന്ധിച്ചുകൊണ്ട് എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല എന്നുള്ള രീതിയിലും ബോച്ചെ ആ ഒരു പത്രക്കാരോടും അതുപോലെ തന്നെ പോലീസുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസിന് എവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഹണി റോസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് ബോച്ചയ്ക്കെതിരെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലിഗേഷനെ ശരിവെക്കുന്ന രീതിയിലുള്ള പല വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിളും ആണ്. ബോച്ച ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ്ങുകളുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഒരു കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ കാശും പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ബോച്ചെ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ ഒരു കേസിനെ വേണമെങ്കിൽ നമുക്ക് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ഇനി എന്താകും എന്നുള്ള കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്